എന്തോ അവർക്ക് എന്തോ അസുഖമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഈ മൗന അങ്ങനെ പല അസുഖങ്ങളുണ്ടല്ലോ, അങ്ങനെ അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ടായിരിക്കാം. ഈ റിപ്പോർട്ട് 4.5 വർഷമാണ് വൈകിയത്. അതോടൊപ്പം തന്നെ കണക്ട് ചെയ്ത് അച്ഛൻ്റെ ഉൾപ്പെടെ സംഭവങ്ങൾ പലതും വരികയും അങ്ങനത്തെ പല കാര്യങ്ങളാണ് ഇതിനകത്ത് കോൺടാക്റ്റായിട്ട് പറയുന്നത്. ഇത് മനഃപൂർവ്വം വൈകിച്ചതാണ്. ഏത് റിപ്പോർട്ട്? അല്ല, ഈ റിപ്പോർട്ട് വൈകിയത് കൊണ്ട് ഇപ്പോൾ അച്ഛനെ സംബന്ധിച്ച് അച്ഛന് ഈ റിപ്പോർട്ട് വരുന്നതിന് എത്രയോ വർഷം മുമ്പ് അച്ഛൻ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കും. പക്ഷെ ഇപ്പോഴും അച്ഛനാണ് അതിനകത്ത് ഹൈലൈറ്റ് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ എന്താണ്, അത് കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നത്, അല്ലേ? ശരിയല്ലേ? വേറെ എന്താണ് അതിനെ പറ്റിയ വേറെ ആരും ഇല്ലേ എന്നുള്ളൊരു സംശയമാണ് അവിടെ വരുന്നത്. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ അച്ഛന് ഇപ്പോഴും അതിനകത്തും അച്ഛനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും ഈ പറഞ്ഞതുപോലെ മറ്റേ ഡൽഹി വിനയൻ്റെ ആ ജഡ്ജ്മെൻറ്റ് കോട്ട് ചെയ്തിട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ ഞാൻ മൊഴി കൊടുത്തിട്ടുള്ളതാണ്. എൻ്റെ പേര് ആ ജഡ്ജ്മെൻറ്റിലുണ്ട്. എന്തോ എൻ്റെ മൊഴി എടുത്തില്ല, എനിക്കറിയില്ല. ഇല്ല, അതല്ലേ ഞാൻ പറഞ്ഞു, എൻ്റെ മൊഴി എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ ഇനി ഞാൻ അതിനകത്ത് പ്രതിസ്ഥാനത്താണുള്ളത്, അതും ഇപ്പം നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. വരും എന്താണ് അങ്ങനെ വല്ലതും ഉണ്ടോ? അപ്പോൾ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതൊക്കെ കഴിഞ്ഞ എന്താണ് നമ്മൾ പറയത്തില്ലേ, ഏട് കീറിക്കളഞ്ഞ ഏടാ, അങ്ങനെ കേട്ടോ. അങ്ങനെ ആണോന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഏത് സംഘടനയാണ് കറക്റ്റായിട്ടുള്ളത്? അല്ല, ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം. ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരമുള്ള ഒരു സംഘടന, അതിനെത്തുമാത്രം അധികാരങ്ങളുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ അധികാരം എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണ അതിൻ്റെ ഭാരവാഹികൾക്ക് വേണം. അതില്ലാത്തടത്തോളം കാലം ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ അല്ലെങ്കിൽ കുഴിയിൽ പോയി ചാടും. മറ്റൊരു പ്രധാന കാര്യം പറയുന്നത് ഈ സെറ്റുകളിൽ സ്ത്രീകൾക്ക് ഡ്രസ്സ് മാറാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ ടോയ്ലറ്റ് പോലും ഇല്ല എന്നുള്ള കാര്യം. അല്ല, അതെനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ ഒരു പരിധിവരെ പഴയ അവർ അതിനകത്ത് കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഏകദേശം ഇത്ര വർഷം മുമ്പുള്ള കാര്യങ്ങളാണ്, കൂടുതലും ആൾക്കാരെയാണ് ചോദിച്ചിരിക്കുന്നത്, ഇത്ര പ്രായത്തിന് മുകളിലുള്ള ആൾക്കാരെയാണ്. അതായിരിക്കാം അന്നത്തെ വിഷയം. അന്ന് ശരിയാണ് ഈ പറഞ്ഞതുപോലെ കാരവാനോ ഒന്നുമില്ല. പിന്നെ എനിക്കത് മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. പണ്ടൊക്കെ ഇപ്പം ഞങ്ങളുമൊക്കെ ഈ പറഞ്ഞതുപോലെ പോലീസ് ഡ്രസ്സൊക്കെ മാറണമെങ്കിൽ ശരിക്ക് അങ്ങനെ മാറാൻ പറ്റുള്ളൂ. അല്ല നമ്മൾ സാധാരണ മുണ്ടെടുക്കുന്ന പോലെ നമുക്ക് എവിടെ നിന്നും മാറാൻ പറ്റില്ല. പോലീസ് എന്ന് വെച്ചാൽ അങ്ങറ്റം മുതൽ അവിടെയും മുതൽ ഇങ്ങനെ ചെയ്തു വന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ശരിക്കും നമുക്ക് അതുപോലെ നിന്നിട്ട് കോസ്റ്റ്യൂമർ നിന്ന് ഇട്ട് തരണം. അപ്പോൾ അത് പബ്ലിക്കായിട്ടൊന്നും പറ്റത്തില്ല. അതൊക്കെ പലയിടത്തും നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊന്നും എനിക്കൊരു വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല എനിക്ക്. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല, സ്ത്രീകൾക്ക് അവരുടേതായ അത് ഒരു അനാവശ്യ ചോദ്യം. അത് ഉണ്ടല്ലോ, ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ചല്ലേ നമുക്ക് ചോദിക്കേണ്ട കാര്യമുള്ളൂ. അതുണ്ടോ? ഉണ്ട് എന്നല്ലാതെ എന്താ പറയാൻ പറ്റുക? അത് തന്നെയല്ലേ തെളിവിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തരാൻ ആ ചോദ്യം പ്രസക്തമല്ല. സർ, ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം അല്ലെങ്കിൽ IPC, ഇപ്പോൾ അതല്ല IPC അല്ല, ഭാരത നിയമസംഹിത, അത് പ്രകാരം ഇന്ത്യൻ ആരെങ്കിലും ഒരു ക്രൈം, ഒരു കുറ്റകൃത്യം എവിടെയെങ്കിലും നടന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടിയാൽ അത് അറ്റ്ലീസ്റ്റ് അത് അതിൻ്റെ പോലീസിൽ ആ സംഭവം അറിയിക്കുക എന്നുള്ളത്. ഇതിവിടെ പോക്സോ വരെ നടന്നിട്ടുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. എന്തുകൊണ്ടത് പോലീസിനെ അറിയിച്ചില്ല? അങ്ങനെ വരുമ്പോൾ ശരിക്കും ഇതിനകത്ത് പ്രതിക്കൂട്ടിൽ വരുന്നത് ഹേമ കമ്മിറ്റി തന്നെയായിരിക്കും അധ്യക്ഷൻ. മൗനം വിദ്വാനഭൂഷണമായിരിക്കും. മൗനമായിട്ടിരുന്ന അങ്ങനെ ഒരു വലിയ നാട്ടു ചൊല്ലില്ലേ, അപ്പം ഉണ്ടായിരുന്ന വിദ്വാനായിട്ടിരിക്കാം.